എല്ലാവർക്കും ലതാസ് വേഡിയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. ഈ ചെടി ഉണ്ടല്ലോ, ഞങ്ങളുടെ ഇവിടെ പറയുക കൃഷ്ണകിരീടം എന്നാണ്. ഇത് പല സ്ഥലത്തും പല പേരും പറയും കേട്ടോ. ഇത് എപ്പോഴും പൂക്കളൊക്കെ ഉണ്ടാവും. പക്ഷേ ഓണക്കാലമായ ഇത് എല്ലാ ചെടിമേലും ഓരോരോ ഉണ്ട പൂക്കളായിട്ട് ഇത് ഉണ്ടാവും. ഇത് അന്യം നിന്ന് പോകുന്ന ഈ ചെടി ഇപ്പം നമ്മുടെ അടുത്ത് ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഡീഫംബാച്ചിയുടെ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇല ഇത്ര തന്നെ വലിപ്പം ഉണ്ടാവുള്ളൂ, വലിയ ഇലയല്ല. പക്ഷേ ഇത് ഉയരം വെച്ച് വരുന്നതാണ്. ഇത് വേഗം തന്നെ ഓരോരോ കമ്പും വന്ന് പൊട്ടി പൊട്ടി ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇളം ഇല ഇങ്ങനെ വൈറ്റ് കളറാവും. പിന്നെ ഇത് വേറൊരു കളറ്, 3 കളർ എപ്പോഴും ഈ ഒരു ഒറ്റ ചെടിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് മറ്റൊരു ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു കഷ്ണം വെച്ചാൽ തന്നെ ചട്ടിയിൽ നിറച്ച് പൊട്ടി പൊട്ടി ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ആകെ ഒരു കഷ്ണം വെച്ചതാണ്, എന്നിട്ട് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇപ്പോൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് ഹാങ്ങിങ്ങിലും വെച്ചുണ്ടാക്കാം, നമ്മൾ ഗ്രൗണ്ടിലും വെച്ചുണ്ടാക്കാം കേട്ടോ. ഇത് വേറൊരു മോഡൽ, ഇതൊരു കലാത്തിയാണ്. ഇതിൻ്റെ തൈകളും വേഗം വേഗം ഉണ്ടാവുന്നതാണ്. തണലത്ത് വെച്ചാൽ നിറച്ച് പൊട്ടി ഉണ്ടാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അതിനെ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തണലത്ത് വെക്കണം. വെയിലത്ത് വെച്ചാൽ അതിൻ്റെ ഇലയൊക്കെ മഞ്ഞച്ച് പോകും. പിന്നെ ഇതേപോലെ നന്നായിട്ട് പൊട്ടി ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് അത്ര പരിചരണമൊന്നും വേണ്ടാത്ത ചെടിയാണല്ലോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് ഇത് തിങ്ങിയിട്ടുണ്ടാവും. ഇതിൻ്റെ തൈകൾ നമ്മുടെ അടുത്തുണ്ട്. ഇതിന് പൂക്കളൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ കിടക്കുന്നത് കാണുന്നത് തന്നെയാണ് ഇതിൻ്റെ ഭംഗി. ഇതിൻ്റെ തൈകളാണ് ഇപ്പോൾ ഇതൊക്കെ. ഈ മാതിരിയുള്ള തൈകൾ തന്നെയാണ് നമ്മളുടെ അടുത്തുള്ളതൊക്കെ. ഇത് വലിയ ആന്തൂര്യത്തിൻ്റെ പ്ലാന്റാണ് കേട്ടോ, മിനിയേച്ചറല്ല. ഇത് ഡാർക്ക് പിങ്കാണ് ഇപ്പോൾ ഇതിൽ കണ്ട പോലെ. ഇതിൻ്റെ തൈകൾ നമ്മുടെ അടുത്തുണ്ട്. ഇതിന് അത്ര പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട. കുറച്ച് ചാണകപ്പൊടി നമ്മൾ ഒരു 3 മാസം കൂടുമ്പോൾ അതിൽ കുത്തിയിളക്കി ഇട്ട് കൊടുക്കുക. തണലത്ത് വയ്ക്കുക. വെയിൽ തീരെ പറ്റില്ല. വെയിലുണ്ടായാൽ ഇത് ആകെ കരിഞ്ഞു പോവുകയല്ല. അതാണ് നമ്മൾ തണലത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പിടിപ്പിച്ചിട്ടുള്ളതും ഒക്കെ. പൂവിടാനും അത് നല്ലതാണ് തണലത്ത് നിൽക്കുമ്പോൾ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അല്ല ഇനി മദർ പ്ലാന്റ് വേണമെങ്കിൽ അതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനെ നമുക്ക് പല രീതിയിൽ വെക്കാം. ഇത് തൂക്കിയിട്ടിട്ടും വളർത്താം. പിന്നെ ബോർഡറിന് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വളർത്താം. പിന്നെ ചട്ടിയിൽ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നന്നായിട്ട് കുറ്റിയാക്കി വെട്ടിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിർത്താം. ഇത് ഒരു കട്ടിങ്സ് വെച്ചാൽ നന്നായിട്ട് നിറഞ്ഞുണ്ടാവുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഈ സൈസിലുള്ള ചെടികളാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാനാണെങ്കിൽ അങ്ങനെ ഇട്ടാൽ ഇതൊന്നും ഇങ്ങനെ വള്ളി പോലെ ഉണ്ടായിട്ട് ഇതേപോലത്തെ തൈകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അല്ല നമുക്ക് ഗ്രൗണ്ടിൽ ഇതുപോലെ വെക്കുകയാണെങ്കിൽ വെക്കാം. കുറച്ച് കഴിയുമ്പോൾ അതിന്ന് ഇങ്ങനെ വള്ളി ഉണ്ടായിട്ട് തൂങ്ങിക്കിടക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊരു ഇല 2 കളറായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇത് നമ്മൾ ബോർഡറിനൊക്കെ ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കാനും വട്ടത്തിലാക്കിയിട്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വെച്ച് കൊടുത്താലും ഇത് നല്ല ഭംഗിയാണ്. ഇത് വെയിൽ നല്ല ഉള്ള സ്ഥലത്ത് ഇതിന് കളറ് കൂടും ഇലയ്ക്ക്. അല്ല തണലത്തും ഇതുണ്ടാവണത് തന്നെയാണ് കേട്ടോ. വെയിൽ തണലെന്നൊന്നും ഇതിനൊരു വ്യത്യാസമില്ല. ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഇലയമേ ഒരു വെള്ള നിറം പോയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഭംഗി. ഇതിൻ്റെ ഡിസൈനും അതുതന്നെയാണ്. വേറെ ഡിസൈനൊന്നും ഇതിലില്ല. ഇത് നന്നായിട്ട് ഒരു തണ്ടുമ്പം തന്നെ പൊട്ടിത്തഴച്ച് വരുന്നതാണ്. ഇത് നമുക്ക് ഉയരത്തിൽ വേണ്ടാന്ന് വെച്ചെങ്കിൽ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് വളർത്താം. ഇതിന്ന് തൈയൊക്കെ വേഗം കിട്ടും. വലിയ പ്ലാന്റാണ്. ഇതും അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതും ഇപ്പം നമ്മുടെ അടുത്ത് ഇതേപോലത്തെ തൈകൾ തന്നെയാണ്. റൂട്ടോട് കൂടിയുള്ളതുണ്ട്, റൂട്ടില്ലാത്തതും ഉണ്ട്. പ്രത്യേകിച്ചൊരു പരിചരണമൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. നല്ല തണൽ ഇഷ്ടപ്പെടുന്നതാണ്. അഗ്ലോണിമ പൊതുവേ തണൽ ഇഷ്ടപ്പെടുന്നതാണല്ലോ. വെള്ളവും കുറവാണ് ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ വളമൊന്നും ഇല്ലെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കുക. ഇത് മിൽക്കി ബാമ്പുവിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഈ വെറൈറ്റിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ അടുത്ത്. സൺസെറ്റ് ബെല്ലാണ് ഇത്. ഇതിൻ്റെ തൈകൾ നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ. ഇത് ഒരു തൈ വെച്ചാൽ തന്നെ ഇത് കിഴങ്ങുമെന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ കിഴങ്ങ് എവിടെയൊക്കെ പൊട്ടി ഉണ്ടാവണം അവിടെയൊക്കെ ഉണ്ടാവും, നിറച്ചുണ്ടാവും. ഒരു തൈയമ്മ തന്നെ ഇത് 3 കളറിലായിട്ട് പൂക്കൾ എപ്പോഴും ഉണ്ടാവും. മഞ്ഞ, ഓറഞ്ച്,
വെള്ള കലർന്ന്. അങ്ങനെ ഒരു 3 കളറാണ് നമുക്കിതുമ്മ നോക്കുമ്പോൾ തോന്നുക. ഇതൊരു കോളിയസിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ അടുത്തുണ്ട്. ഇത് തണലത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഇലകൾ നല്ല ഭംഗിയാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. ഇതും പൊട്ടി പൊട്ടി ഉണ്ടാവുന്നതാണ്. ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഒരു ചെറിയ തൈ വെച്ചതാണ്. ഇത് നമ്മൾ തൈ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുക, അല്ലാതെ വേറെ വെട്ടി വെച്ചാൽ ഉണ്ടാവില്ല. പക്ഷേ ഇതിന്ന് ഇഷ്ടം പോലെ ഒരു തൈ വെച്ചാൽ പൊട്ടി ഉണ്ടാവും. ആ തൈകൾ പറിച്ച് മാറ്റി മാറ്റി വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നതാണ്. ഇതിനും പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും വേണ്ട. നമ്മൾ വെള്ളം കുറവ് കൊടുക്കുക, അതന്നെ. ഇത് നമ്മൾ കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതും കണ്ടില്ലേ, ഇതിൽ നിറച്ച് തൈകൾ ഉണ്ടായിരിക്കണേ. ഇത് ചെറിയ ചെറിയ കിഴങ്ങുന്ന് തന്നെ പൊട്ടി ഉണ്ടാവുന്നതാണ്. ഇതും നമ്മുടെ അടുത്ത് കുറേ തൈകളുണ്ട് കേട്ടോ. ഇത് മരാന്താന്ന് പറഞ്ഞിട്ടുള്ള വർഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിൽ നമ്മളെ ഇളം ഇലയിൽ ഇങ്ങനെ ഒരു കറുപ്പ് കുത്തു പോലെ ഉണ്ടാവും. മൂപ്പായിട്ട് വരുമ്പോൾ അത്ര നമുക്ക് അങ്ങോട്ട് തോന്നില്ല. ഇതിൽ പൂവുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിൽ വെള്ള പൂവ് ഉണ്ടാവുന്നുണ്ട്. ഒരു ചെറിയ തൈ വെച്ചാൽ നമ്മളിതൊന്ന് കഷ്ണമല്ല കേട്ടോ വെട്ടി വെച്ച് ഉണ്ടാക്കുക, തൈകളാണ്. അത് നമുക്ക് ഇതിങ്ങനെ പൊന്തിച്ച് നോക്കിയാൽ, ഈ പ്ലാന്റ് പൊന്തിച്ച് നോക്കിയാൽ അങ്ങനെ തൈകളായിട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ വെക്കുക. ഇത് കലേഡിയത്ത് പെട്ട ഒരു വെറൈറ്റി ചേമ്പന്നിയാണ്. ഇത് വലിയ ഇലയായിട്ട് വരും, നിറയെ ഉണ്ടാവും. ഒരു ചേമ്പ് വെച്ചതാണ് ഇപ്പം നിറയെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇങ്ങനെ തൈകൾ തന്നെയാണ് നമ്മൾ പിരിഞ്ഞ് മാറ്റി കൊടുക്കുക. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ചെടികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ.